ഹിന്ദിയാണ് എടുക്കുന്നത്. വരും നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം. അപ്പൊ നമ്മുടെ ഓണം എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഏത് ചാപ്റ്റർ എന്നാണ്? സീക്കടി മച്ചലി സൂക്കി ക്യൂ നഹി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ മക്കൾ പഠിച്ചിട്ടുണ്ടാവും. ആ ചാപ്റ്ററും കൂടി നമുക്ക് എക്സാമിന് ഉണ്ടാകും. 4 ചാപ്റ്ററാണ് ടോട്ടൽ പഠിക്കാനുള്ളത്. ഈ ലാസ്റ്റത്തെ 4ാമത്തെ ചാപ്റ്ററും കൂടി നമുക്ക് എക്സാമിന് ഉണ്ടാവും. അതുകൊണ്ട് ഇതും കൂടി പഠിച്ചിട്ട് വേണം എൻ്റെ മക്കൾ പോകാൻ വേണ്ടിട്ടോ. ഓക്കെ, എന്തായിരുന്നു ഈ സീക്കടി മച്ചലി സൂക്കി ക്യൂ നഹി? ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എന്തായിരുന്നു, ഒരു ചാപ്റ്റർ ആയിരുന്നു നമുക്കത് പഠിക്കാനുണ്ടായിരുന്നു അല്ലെ. സീക്കടി മച്ചലി എന്ന് പറഞ്ഞ ഒരു തരം മീനാണ്. നമ്മൾ അയിലമീൻ, മത്തിമീൻ എന്നൊക്കെ പറയുന്ന ഒരു മീനിന്റെ പേരാണ് അല്ലെ. ആ മത്സ്യം, ആ ഒരു മീന്, ആ ഫിഷ് സൂക്കി ക്യൂ നഹി എന്തുകൊണ്ട് ഉണങ്ങിയില്ല എന്നുള്ളതാണ് നമ്മുടെ കഥയുടെ പേര് എന്ന് പറയുന്നത്. ഇതൊരു ലോകകഥയായിരുന്നു. ലോകകഥ എന്ന് വെച്ചാൽ എന്താണ്? നാടോടി കഥകളാണ് അല്ലെ. നമ്മൾ കേട്ട് 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 ഇങ്ങനെ വന്നിട്ടുള്ള, അത് ആരെ എഴുതി എന്താണെന്നൊന്നും അറിയാതെ എന്താണ് നമ്മൾ കേട്ട് വരുന്ന ഒരു സംഭവമാണ് ലോകകഥ എന്ന് പറയുന്നത്. അത് നമ്മുടെ പഞ്ചി മങ്കേശ്വർ റാവ് എന്ത് ചെയ്തതാണ്? എഴുതിയതാണ്. ഓക്കെ, ആളുടെ പേരൊന്നും പഠിക്കേണ്ട, പക്ഷെ കഥ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ജസ്റ്റ് ഒന്ന് ആ കഥ നിങ്ങളെന്ന് ഓർമ്മിപ്പിക്കാമൊന്നില്ല. നമ്മുടെ ഒരു ഫിഷർ ഫാമിലി, ഒരു മച്ചുവാരെ ഫാമിലിനെ കുറിച്ചിട്ടായിരുന്നു, പരിവാറിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ടോട്ടൽ 4 ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. ഒരു ബൂടി അമ്മയുണ്ട്. ഈ ബൂടി അമ്മയാണ് ഇതിന്റെ മെയിൻ ക്യാരക്ടർ അല്ലെ. പിന്നെ എന്തുണ്ട്? ഒരു മച്ചുവാരയുണ്ട്. മച്ചുവാര വെച്ചാൽ ഫിഷർ മാൻ ഉണ്ട്. അതൊക്കെ മക്കൾ പഠിക്കണേ. ഇത് ആരൊക്കെയാന്നുള്ളത് കറക്റ്റ് പഠിച്ചു വെക്കണം, കാരണം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആരുണ്ട്? ഈ മച്ചുവാരയുടെ ഭാര്യയുണ്ട്, പത്നിയുണ്ട്. പത്നിക്ക് നമ്മൾ എന്താ പറയുന്നത്? മച്ചുവാരിൻ. ഫിഷർ വിമൺ നമ്മൾ പറയുന്ന പേരെന്താണ്? മച്ചുവാരിൻ. എഴുതുന്ന രീതി മച്ചു ആരിൻ എന്നുള്ളതാണ്. അതൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കൂടാതെ മക്കൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, പിന്നെ 4ാമതൊരാളും കൂടി ഉണ്ട്. അതാണ് ഈ ഒരു കുട്ടി എന്ന് പറയുന്നത്. ഇതിന്റെ പണി എന്താണ്? ഇത് എപ്പോഴും കിടന്ന് കരയിലാണ് പണി അല്ലെ. അപ്പം നമ്മുടെ ഓരോരുത്തർക്കും ഓരോ പണി ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഫിഷർ ഫാമിലിയിൽ. എന്താണ്? നമ്മുടെ മച്ചുവാർ എന്ത് ചെയ്യും? മീൻ പിടിക്കാൻ വേണ്ടി പോകും. പിന്നെ നമ്മുടെ മച്ചുവാരൻ എന്ത് ചെയ്യും? ആ മീനൊക്കെ ബാസാറിൽ കൊണ്ടുപോയിട്ട്, മാർക്കറ്റ് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? ബേച്ച് ദേത്താഹെ എന്ന് വെച്ചാൽ വിൽക്കും. അതാണ് പണി അല്ലെ. അതേപോലെ ചില മീൻ എന്ത് ചെയ്യും? ബാക്കി ഉണ്ടാവും. ആ ബാക്കിയുള്ള മീനൊക്കെ എന്താണ്? ഉണക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ആരുടെ പണി? ബൂടി അമ്മയുടെ പണി. ഓക്കെ, നമ്മുടെ കഥ എങ്ങനെയാ പോകുന്നതെന്ന് വെച്ചാല്, ഈ ബൂടിയമ്മ ഉണ്ടല്ലോ, വൈകുന്നേരം ആയപ്പോ എന്ത് വിചാരിച്ചു? ഈ ഉണക്കിയ മീനുകളൊക്കെ ഒന്ന് എടുത്തു വെക്കാം, വെയിലത്തൊക്കെ കഴിഞ്ഞ് ഒന്ന് എടുത്തു വെക്കാന്ന് വിചാരിച്ച് വൈകുന്നേരം ഒന്ന് പോയി നോക്കിയ സമയത്ത് നമ്മുടെ മീനുകളൊന്നും എന്തായിട്ടില്ല? ഉണങ്ങിയിട്ടില്ല. അതാണ് നമ്മുടെ കഥയുടെ പേരേ അതാണല്ലേ. നോക്കിക്കേ, സീക്കടി മച്ചലി സൂക്കി ക്യൂ നഹി, എന്തുകൊണ്ട് ഉണങ്ങിയില്ല? ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചതേ നമുക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് ഈ ബൂടിയമ്മ ഉണ്ടല്ലോ, ഒരുപാട് ആളുകളുടെ അടുത്ത്, അതായത് നമ്മുടെ മീനിനോട് പോയി ചോദിക്കുകയാണ്. ഒരു ലോജിക്കും നോക്കരുത് നമ്മുടെ ഈ ഒരു കഥയില്. നമ്മുടെ ബൂടിയമ്മ ആദ്യം നമ്മുടെ സീക്കടി മച്ചലിയുടെ അടുത്ത് പോയി എന്ത് ചോദിച്ചു? സീക്കടി മച്ചലി, നീ എന്തുകൊണ്ട് ഉണങ്ങിയില്ല എന്നുള്ള ചോദ്യം ചോദിച്ചു. അപ്പൊ നമ്മുടെ ചത്ത മീനാണെന്നുള്ള ഒരു ലോജിക്കും മക്കൾ പ്രയോഗിക്കരുത്. ഈ സീക്കടി മച്ചലിനോട് ചോദിച്ചപ്പം ഈ സീക്കടി മച്ചലി, അതായത് ഉണക്കാനിട്ട മീന് പറയാണ്, ആൻസർ പറയും എന്താണ്? പുല്ല് വളരെ വലുതാണ്. പുല്ല് വലുതായതുകൊണ്ട് ലംബി ഹോനീസെ എന്ത് കിട്ടിയില്ല? ഞങ്ങൾക്ക് ധൂപ്പ് കിട്ടിയില്ല, ഞങ്ങൾക്ക് വെയിൽ കിട്ടിയില്ല എന്ന് പറയും. എന്നോട് എന്തിനാ ചോദിക്കുന്നത്? പോയി ഘാസിനോട്, പുല്ലിനോട് പോയി ചോദിക്കി എന്ന് ആര് പറയും? നമ്മുടെ സീക്കടി മച്ചലി പറയും. ഓക്കെ, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കഥയിൽ, ഈ ഒരു പാഠഭാഗത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഓർഡറിൽ ആരോടൊക്കെ പോയി, അതായത് ആരൊക്കെ സ്ഥലത്ത് പോയിട്ട് നമ്മുടെ ബൂടി അമ്മ ചോദിച്ചിട്ടുണ്ട്. ആദ്യം പോകുന്നത് നമ്മുടെ സീക്കടി മച്ചലിയുടെ അടുത്താണ്. അതാണ് മിസ് നമ്പർ ഇട്ട് വെച്ചേക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ മക്കളോട് ക്രംസെ ലിഗിയെ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുക, ഓർഡറിൽ എഴുതാനൊക്കെ പറയും. അതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ സീക്കടി മച്ചലിയുടെ അടുത്ത് പോവാണ്. അപ്പൊ സീക്കടി മച്ചലി പറഞ്ഞു, എന്നോടൊന്നും ചോദിക്കണ്ട, ഗാസിനോട് പോയി ചോദിക്കുക. ഗാസ് വലുതായത് കൊണ്ട് എനിക്ക് ധൂപ്പ് കിട്ടിയില്ല, എനിക്ക് വെയിൽ കിട്ടിയില്ല എന്ന് ആര് പറയും? നമ്മുടെ സീക്കടി മച്ചലി പറയും. അപ്പൊ ഗാസിന്റെ അടുത്ത് ആര് പോയി ചോദിക്കും? നമ്മുടെ ബൂടി അമ്മ ചോദിക്കും, ഗാസേ ഓ ഗാസേ, എന്താണ്? ഗ്രാസേ ഓർ ഗ്രാസേ, എന്ത്? നമ്മുടെ ഈ ഒരു പുല്ല് എന്തുകൊണ്ട് ഉണങ്ങിയില്ല, പുല്ല് എന്തുകൊണ്ട് ഇത്ര വലുപ്പത്തിൽ നിന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ പുല്ല് പറയും, ബൂടിയമ്മ, എന്നെ തിന്നാൻ വേണ്ടിയിട്ട്, അതായത് എന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പശുക്കുട്ടി വന്നില്ല എന്ന് പറയാണ് ആര്? നമ്മുടെ പുല്ല്. അതായത് പശുക്കുട്ടി തിന്നാൽ മാത്രമേ ഉള്ളൂ പുല്ലിന്റെ നീളം കുറയുള്ളൂ. പുല്ലിന്റെ നീളം കുറഞ്ഞാൽ മാത്രമേ ഉള്ളൂ മീനിന് വെയിൽ കിട്ടുള്ളൂ. അതാണ് നമ്മുടെ ലോജിക്ക്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാണ്? പശുക്കുട്ടിനോട് പോയി ചോദിക്കാൻ പറയാണ്. ബച്ചടെ ചെന്നാണ് പശുക്കുട്ടിയാണ്. പശുക്കുട്ടിയുടെ അടുത്ത് പോയി ചോദിക്കാൻ പറയുമ്പോൾ നമ്മുടെ ബൂടി അമ്മ നേരെ പശുക്കുട്ടിയുടെ അടുത്ത്, ബച്ചടയുടെ അടുത്ത് പോവാണ്. അപ്പൊ ബച്ചടെ പറയും എന്താണ്? അയ്യോ, ഞാൻ എങ്ങനെ കഴിക്കാനാ ബൂടി അമ്മ? നിങ്ങളുടെ വീട്ടിലെ ഔരത്തുണ്ടല്ലോ,
ഔറത്ത് എന്ന് വെച്ചാൽ എന്താണ്? സ്ത്രീയാണ്. അതായത് നമ്മുടെ മച്ചുവാരയുടെ ഭാര്യ എന്താണ്? നമ്മുടെ ഒരു ഫിഷർ വുമൻ അല്ലേ? ഫിഷർ വുമൻ എന്ത് ചെയ്തില്ല? എന്നെ അഴിച്ചു വിട്ടില്ല. എന്നെ അഴിച്ചു വിട്ടാൽ മാത്രമേ എനിക്ക് പുല്ല് തിന്നാനൊക്കത്തുള്ളൂ അല്ലേ? അപ്പൊ നമ്മുടെ ബച്ചടെ പറയും, എന്നോടൊന്നും ചോദിക്കണ്ട. ആരോട് പോയി ചോദിക്കും? നമ്മുടെ മച്ചുവാരിന്റെ അടുത്ത് പോയി ചോദിക്കും. മച്ചുവാരിൻ എന്ന് വെച്ചാൽ എന്താണ്? ഫിഷർ വുമൻ ആണ്. അല്ലെങ്കിൽ ഔറത്ത് എന്ന് വെച്ചാൽ എന്താണ്? സ്ത്രീ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ആ പേരാണ് മക്കൾ പഠിക്കേണ്ടത്, ഔറത്ത്. ഔറത്തിന്റെ അടുത്ത് പോയി ചോദിക്കുക, എന്നോടൊന്നും ചോദിക്കണ്ട എന്ന് പറയാണ്. അപ്പൊ നമ്മുടെ ബൂഡിയമ്മ ആരടുത്ത് പോയി ചോദിക്കും? നമ്മുടെ ബൂഡിയമ്മ അവരുടെ ഔറത്ത്, അതായത് മകന്റെ ഭാര്യയോട് പോയി ചോദിക്കൂ, നീ എന്താ പശുക്കുട്ടീനെ എന്ത് ചെയ്യാത്തത്, അഴിച്ചു വിടാഞ്ഞത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഔറത്ത് പറയുന്ന ആൻസർ വളരെ രസമാണ്. എന്താ അറിയാ പറഞ്ഞത്? കുട്ടി കരച്ചിലാണ്. കുട്ടി കരച്ചിൽ നിർത്തിയാലല്ലോ എനിക്ക് പശുവിനെയൊക്കെ എടുത്ത് കെട്ടഴിച്ചു വിടാനുള്ള സമയം കിട്ടത്തുള്ളൂ എന്നുള്ള ഒരു ഡയലോഗ് അടിക്കുകയാണ്. നോക്കിക്കേ, ഔറത്ത് ആരെ കുറ്റം പറഞ്ഞു? ബച്ചേനെ കുറ്റം പറഞ്ഞു. ബച്ചാച്ച് എന്താണ്? കുട്ടിയാണ്. സ്വന്തം കുട്ടീനെ എന്ത് പറഞ്ഞു? നമ്മുടെ ഔറത്ത് കുറ്റം പറയാണ്. ഇവൻ ഉറങ്ങുന്നില്ല, അവൻ എന്താണ്? കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. കുട്ടി കരയുന്നോണ്ട് കുട്ടിയുടെ അടുത്ത് തന്നെയായിരുന്നു ഞാൻ, എനിക്ക് പശുവിനെ അഴിച്ചു വിടാൻ സമയം കിട്ടിയില്ല എന്നുള്ള പോലെ പറയാണ്. അപ്പൊ ഔറത്ത് ആരടുത്തേക്ക് പോയി? ബച്ചയുടെ അടുത്തേക്ക് പോയി. ഓർഡറിൽ പഠിച്ചോണേ. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സീക്കടി മച്ചിലി, പിന്നെ ഘാസിന്റെ അടുത്തേക്ക് പോയി, പിന്നെ ആരടുത്തേക്ക് പോയി? ബച്ചടയുടെ അടുത്തേക്ക് പോയി, പിന്നെ ഔറത്തിന്റെ അടുത്തേക്ക് പോയി. ഔറത്ത് ആരടുത്തേക്ക് പോകാൻ പറഞ്ഞു? ബച്ചയുടെ അടുത്തേക്ക് പോയി. കുട്ടീന്റെ അടുത്ത് പോയപ്പം നമ്മുടെ ബൂഡിയമ്മ ചോദിക്കും, കുട്ടി ബച്ച എന്തുകൊണ്ട് നീ എന്തുകൊണ്ട് കരച്ചിൽ നിർത്തിയില്ല എന്നുള്ളത് ചോദിക്കുകയാണ്. റോന ക്യോ ബന്ദ് നഹി കിയ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ് അല്ലെ? അപ്പൊ ചോദിച്ച സമയത്ത് നമ്മുടെ കുഞ്ഞുമോൻ പറയാണ്, എന്ത്? എന്നെ ഉറുമ്പ് കടിച്ചു. ബൂഡിയമ്മ എന്നെ ഉറുമ്പ് കടിച്ചു, ചീണ്ടി കടിച്ചു. ചീണ്ടി, ഉറുമ്പ് എന്ന് വെച്ചാൽ ഉറുമ്പിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്ന പേരാണ് ചീണ്ടി അല്ലെ? എന്നെ ചീണ്ടി കടിക്കുമ്പോ ഞാൻ എങ്ങനെ ചിരിക്കോ? ഇല്ലല്ലോ, കരച്ചിലായിരിക്കും അല്ലെ? അപ്പൊ ചീണ്ടീനോട് പോയി ചോദിക്കാൻ വേണ്ടി ആര് പറയാണ്? നമ്മുടെ ബച്ച പറയാണ് അല്ലെ? അങ്ങനെ ചീണ്ടിയുടെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ നമ്മുടെ ആര് പറഞ്ഞു? ബൂഡിയമ്മേനോട് ചീണ്ടി പറയാണ്, ബൂഡിയമ്മ ആ ഒരു കുട്ടീനെ വിരിച്ച ആ ഒരു ചട്ടായി ഉണ്ടല്ലോ, കാർപ്പറ്റ് ഉണ്ടല്ലോ, ആ കാർപ്പറ്റ് കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പൊ ആ കാർപ്പറ്റിന്റെ മുകളിൽ കൂടെ കുട്ടീനെ കടിച്ചിട്ടായിരിക്കും ചീണ്ടി പോയിട്ടുണ്ടാവുക അല്ലെ? അങ്ങനെ അതായിരുന്നു നമ്മുടെ കഥ എന്ന് പറയുന്നത്. നമ്മുടെ ബൂഡിയമ്മ ലാസ്റ്റ് എങ്ങനെയായിരുന്നു? ആ ചട്ടായി, ആ കാർപ്പറ്റ് അങ്ങ് എടുത്ത് മാറ്റും. കാർപ്പറ്റ് എടുത്ത് മാറ്റുമ്പോൾ എന്താവും? ചീണ്ടി സുഖമായിട്ട് പോകും. കുട്ടി കരച്ചിൽ നിർത്തും. കുട്ടി കരച്ചിൽ നിർത്തുമ്പോൾ അമ്മ എന്ത് ചെയ്യും? നമ്മുടെ ബച്ചടേനെ പോയിട്ട് അഴിച്ചു വിടും. ബച്ചടെ പോയിട്ട് പുല്ല് കഴിക്കും, ഘാസ് കഴിക്കും. ഘാസ് എന്ത് ചെയ്യും? ഘാസ് ഇങ്ങനെ താഴ്ന്ന സമയത്ത് ധൂപ്പ് വന്നിട്ട് നമ്മുടെ സീക്കടി മച്ചലി ഉണങ്ങും. ഇതാണ് നമ്മുടെ കഥ എന്ന് പറയുന്നത്. വലിയ ലോജിക്കൊന്നും ഇല്ലാത്തൊരു കഥയായിരുന്നു, അല്ലെ? ഒരു ലോഗ് കഥയായിരുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരേ ഒരു കാര്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. പേജ് നമ്പർ 56 ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ്? ബൂഡി അമ്മ കിൻസെ മിലി, ആരൊക്കെ കണ്ടു എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ കഥ മൊത്തം ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് മക്കൾക്ക് അറിയുന്നുണ്ടാവും ആരൊക്കെയാണ് കണ്ടത് എന്നുള്ളത്. അപ്പൊ ഇതെന്തായാലും എന്റെ മക്കൾ പഠിക്കണം. നോക്കിക്കേ, ആദ്യം നമ്മൾ സീക്കടി മച്ചിലിയുടെ അടുത്ത് പോയി. ഓക്കെ, സീക്കടി മച്ചിലിയുടെ അടുത്ത് പോയി, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതുന്നു. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? ഘാസിന്റെ അടുത്ത്, പുല്ലിന്റെ അടുത്തേക്ക് പോകുന്നു. ഗ്രാസ് ആണ് അല്ലെ? ഘാസ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാസ് എന്നുള്ള അർത്ഥമാണ്. പിന്നെ നമ്മള് ബച്ചടയുടെ അടുത്തേക്ക് പോയി. ബച്ചട വെച്ചെന്താണ്? പശുക്കുട്ടി എന്നുള്ള അർത്ഥമാണ് അല്ലെ? പശുക്കുട്ടിയുടെ അടുത്തേക്ക് പോയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഔറത്തിന്റെ അടുത്തേക്ക് പോയി. അഴിച്ചു വിടാഞ്ഞത് ആരാണ്? പശുക്കുട്ടീനെ, സ്ത്രീയാണ്. അപ്പൊ സ്ത്രീയുടെ അടുത്തേക്ക് പോയി, ഔറത്ത് എന്നുള്ള പേര് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആരടുത്തേക്ക് പോയി? കുട്ടിയുടെ അടുത്തേക്ക് പോയി അല്ലെ? കുട്ടിയുടെ അടുത്ത് ബച്ച എന്ന് എഴുതിയാലും മതി കേട്ടോ മക്കള്, ബച്ച എന്ന് എഴുതിയാലും മതി. കുട്ടിയുടെ അടുത്തേക്കാണ് പോകുന്നത്. ലാസ്റ്റ് നമ്മൾ ആരടുത്തേക്ക് പോയത്? ചീണ്ടീന്റെ അടുത്തേക്കാണ് പോയിട്ടുള്ളത്. ചീണ്ടി അല്ലെ? ഉറുമ്പിന്റെ അടുത്തേക്കാണ് പോയിട്ടുള്ളത്. ഓക്കെ, ഉറുമ്പ് എന്ന് നമ്മൾ എഴുതാണ്. ഓക്കെ, യെസ്, ഇതാണ് എന്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പാഠഭാഗത്തിൽ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഓണം എക്സാമിന് ഇത് വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. എന്റെ മക്കൾ എന്തായാലും ഇത് പഠിച്ചോണം. ഓക്കെ, യെസ്, അപ്പൊ ഇതേപോലുള്ള കാര്യങ്ങളുമായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ഓണം എക്സാമിന് നന്നായി പഠിച്ചോളൂ. ഓൾ ദ ബെസ്റ്റ്. ടാറ്റ, ബൈ ബൈ.